Hi dears, welcome to Malayali's Talks. Hi dears, welcome back to my channel. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BSc മലയാളത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ ആൻഡ് ഗൈഡ് ലൈൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമുക്കിനി അധികം വൈകാതെ തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A സെക്ഷൻ ആണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ 3 സെക്ഷനാണ് ഉണ്ടാവുക, A, B, C എന്നീ സെക്ഷൻ. അതിൽ A സെക്ഷൻ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, B സെക്ഷൻ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, C സെക്ഷൻ 10 മാർക്കിൻ്റെ essay ക്വസ്റ്റ്യൻസ്, അങ്ങനെയാണ് വരിക. ഒന്നാമത്തെ ചോദ്യം, ഉപന്യാസ രചനയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? ഉത്തരം: ആമുഖം, ഖണ്ഡികകൾ, പരസ്പര ബന്ധം, തെളിവുകളും വിശകലനവും, ഉപസംഹാരം, ഭാഷയും ശൈലിയും, ദൈർഘ്യം, ശീർഷകം. രണ്ടാമത്തെ ചോദ്യം, പോപ്പുലർ സയൻസിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? ശാസ്ത്ര അവബോധം വളർത്തുക, ശാസ്ത്രത്തോട് താൽപ്പര്യം ജനിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് പോപ്പുലർ സയൻസിനുള്ളത്. മൂന്നാമത്തെ ചോദ്യം, ചന്ദ്രനിൽ ജലസാന്നിധ്യം സ്ഥിരീകരിച്ചത് എപ്പോൾ? ഉത്തരം: ഈ ചോദ്യം വന്നിരിക്കുന്നത് അമ്പിളിമാമൻ്റെ യാഥാർത്ഥ്യം എന്ന ലേഖനത്തിൽ നിന്നാണ്. ചന്ദ്രനിൽ ജലസാന്നിധ്യം സ്ഥിരീകരിച്ചത് 2008 തുടക്കമിട്ട ഇന്ത്യൻ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 1 ആണ്. നാലാമത്തെ ചോദ്യം, ഇ ബുക്ക് എന്നാൽ എന്ത്? ഡിജിറ്റൽ രൂപത്തിൽ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ഇ ബുക്ക്. ഇലക്ട്രോണിക് ബുക്ക് എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് ഇത്. കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, ഇ ബുക്ക് റീഡർ പോലുള്ളവയൊക്കെ ഉപയോഗിച്ചാണ് ഇത് വായിക്കുക. അഞ്ചാമത്തെ ചോദ്യം, വിമർശന രീതികൾ ഏതെല്ലാം? മലയാള വിമർശനത്തെ വളർത്തിയ 2 രീതികളാണ് ഉള്ളത്. 1 മണ്ഡന വിമർശനവും 2 ഖണ്ഡന വിമർശനവും. ആറാമത്തെ ചോദ്യം, മാധവിക്കുട്ടിയുടെ ആദ്യകാല കഥകളിലെ ഭാഷയുടെ സവിശേഷതകൾ എന്തെല്ലാം? ഈ ചോദ്യം വന്നിരിക്കുന്നത് വി രാജകൃഷ്ണൻ്റെ മരണത്തിൻ്റെ കവിത എന്ന നിരൂപണ ലേഖനത്തിൽ നിന്നാണ്. മാധവിക്കുട്ടി ആദ്യകാലത്ത് കഥകളിൽ ഉപയോഗിച്ചിരുന്ന ഭാഷ ഒരു തരം മൗനത്തിൻ്റെ ഭാഷയായിരുന്നു. എന്നാൽ അത് പിന്നീട് നീണ്ട രോദനമായിട്ട് വളർന്നു. ഏഴാമത്തെ ചോദ്യം, അനുകൽപ്പനം എന്നാൽ എന്ത്? അനുകൽപ്പനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിഹ്നത്തിലുള്ള ഒരു കൃതിയെ മറ്റൊരു ചിഹ്നത്തിലേക്ക് മാറ്റുന്നു. അതായത് ചിഹ്നാന്തര വിവർത്തനം തന്നെയാണ് അനുകൽപ്പനം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സാഹിത്യ രൂപത്തെ സിനിമയാക്കുന്നത് ഇതിനുദാഹരണമാണ്. എട്ടാമത്തെ ചോദ്യം, അലക്സാണ്ടർ ഫ്രേസർ ടെറ്റ്ലറുടെ വിവർത്തനത്തെ സംബന്ധിച്ച 3 തത്വങ്ങൾ എന്തെല്ലാം? ഉത്തരം: വിവർത്തന പണ്ഡിതനായിരുന്നു അലക്സാണ്ടർ ഫ്രേസർ ടെറ്റ്ലർ. അദ്ദേഹം വിവർത്തനത്തെ സംബന്ധിച്ച 3 തത്വങ്ങൾ മുന്നോട്ട് വെച്ചു. ഒന്നാമത്തത്, വിവർത്തനം മൂലകൃതിയിലെ ആശയം സമ്പൂർണമായി അവതരിപ്പിക്കുന്നതായിരിക്കണം. 2 വിവർത്തനത്തിലെ ലേഖന രീതിയും ശൈലിയും മൂലകൃതിയിലെ ലേഖന രീതിയും ശൈലിയും തന്നെയായിരിക്കണം. 3 മൂലകൃതിയിലെ ലാളിത്യം മുഴുവനും വിവർത്തനത്തിലും ഉണ്ടായിരിക്കണം. ഒൻപതാമത്തെ ചോദ്യം, കർണനെ ദുര്യോധനൻ അംഗരാജ്യത്തെ രാജാവാക്കാൻ ഇടയായ സാഹചര്യം എന്ത്? ഈ ചോദ്യം വന്നിരിക്കുന്നത് കുട്ടിക്കൃഷ്ണ മാരാരുടെ കർണൻ്റെ അരങ്ങേറ്റം എന്ന നിരൂപണ ലേഖനത്തിൽ നിന്നാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കർണൻ അർജുനനുമായി ദ്വന്ദ്വയുദ്ധത്തിന് തയ്യാറെടുക്കുന്ന സന്ദർഭത്തിൽ ദ്വന്ദ്വയുദ്ധത്തിൻ്റെ മുറയനുസരിച്ച് ദ്വന്ദ്വയുദ്ധം ചെയ്യാൻ പോകുന്ന 2 പേരുടെയും പാരമ്പര്യം അവിടെ പറയണം. കർണനെ സംബന്ധിച്ച് കർണൻ്റെ അമ്മ ആരാണ്, കർണൻ്റെ പാരമ്പര്യം എന്താണ്, ഇതൊന്നും അവനറിയില്ല. ഈ ഒരു സന്ദർഭത്തിലാണ് ദുര്യോധനൻ കർണനെ അംഗരാജ്യത്തെ രാജാവാക്കി അഭിഷേകം ചെയ്തത്. കാരണം രാജാക്കന്മാരെ സംബന്ധിച്ച് അവരുടെ കുലം നിശ്ചയിക്കാൻ ശാസ്ത്രത്തിൽ ഒരു വഴിയല്ല പറഞ്ഞിട്ടുള്ളത്. 10ാമത്തെ ചോദ്യം, കവിതയിലെ 2 കുഞ്ഞുങ്ങൾ ആരെല്ലാം? ഈ ചോദ്യം വന്നിരിക്കുന്നത് ആർ വേണുഗോപാലിൻ്റെ 2 കുഞ്ഞുങ്ങൾ എന്ന കവിതയിൽ നിന്നാണ്. ഇവിടുത്തെ പ്രധാന കഥാപാത്രമായ 2 വയസ്സുകാരൻ അപ്പുവും അവൻ്റെ ചവിട്ടേറ്റ് മരിച്ച അണലിക്കുഞ്ഞിനെയും ചേർത്താണ് 2 കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. ഇതോടുകൂടി A സെക്ഷനിലെ ചോദ്യങ്ങൾ അവസാനിച്ചു. അപ്പോൾ നിങ്ങൾ ഈ ഒരു സെക്ഷൻ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇത് ഏത് ചാപ്റ്ററിലാണെന്നുള്ള കാര്യം ആദ്യം എഴുതണം. അതിനുശേഷം അതിൻ്റെ ഉത്തരം എഴുതുക. എങ്കിൽ മാത്രമേ ആ 2 മാർക്ക് നിങ്ങൾക്ക് ഫുള്ളായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി പറയാൻ പോകുന്നത് B സെക്ഷൻ, അതായത് ഷോർട്ട് എസ്സേയുടെ സെക്ഷനാണ്. ഇത് ഷോർട്ട് എസ്സേയുടെ സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇൻട്രൊഡക്ഷനും പാരഗ്രാഫ് തിരിച്ചെഴുതലൊക്കെ പ്രധാനമാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എക്സാം എഴുതുക. 11ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് B സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 11ാമത്തെ ചോദ്യം ഇതാണ്,
സംഗ്രഹരചന നടത്തുക. അതായത് ഒരു പാരഗ്രാഫ് തരും നിങ്ങൾക്ക്, നിങ്ങൾ പഠിച്ച ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പാരഗ്രാഫാണ് തരിക. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ആ ഒരു പാരഗ്രാഫിനെ സംഗ്രഹിപ്പിക്കാൻ പറയും. അതായത് വേറൊന്നല്ല, നമ്മൾ സമ്മറി ആയി എഴുതില്ലേ, അതുപോലെ അതിൽ അനാവശ്യ പദപ്രയോഗങ്ങൾ, അലങ്കാരങ്ങൾ, ഉദാഹരണങ്ങൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ആശയം മാത്രം എടുത്ത് എഴുതുകയാണ് ചെയ്യുന്നത്. അതാണ് സംഗ്രഹരചന നടത്താൻ പറയുന്നത്. രണ്ടാമത്തത് മെഷീൻ ലേണിംഗ് സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ എന്തെല്ലാം? കാവ്യ മനോഹർ എഴുതിയ നിർമ്മിത ബുദ്ധിയുടെ കാലത്തെ ഭാഷാ സാങ്കേതിക വിദ്യ എന്ന ലേഖനത്തിലാണ് ഈ ചോദ്യം എന്ന് പറയുന്നത്. ഭീമൻ ഡാറ്റ സെറ്റാണ് മെഷീൻ ലേണിങ്ങിൻ്റെ കാതൽ. ഉദാഹരണത്തിന് ലക്ഷക്കണക്കിന് വാക്കുകളും അവയുടെ ഉച്ചാരണവും അടങ്ങിയ ഒരു സെറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും മെഷീൻ ലേണിംഗ് സങ്കേതം വഴി ഒരു വാക്കിൻ്റെ ഉച്ചാരണ മാതൃക നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. ഒരു പുതിയ വാക്ക് നൽകിയാൽ അതിൻ്റെ ഉച്ചാരണം ആ മാതൃകയ്ക്ക് തിരിച്ചു നൽകാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു ടെക്സ്റ്റിൽ തന്നെ ആ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. 13ാമത്തെ ചോദ്യം, ചന്ദ്രനെ കുറിച്ചുള്ള പ്രാചീന മനുഷ്യൻ്റെ സങ്കല്പങ്ങൾ എന്തെല്ലാം? ഈ ചോദ്യം വന്നിരിക്കുന്നത് അമ്പിളിമാമൻ്റെ യാഥാർത്ഥ്യം എന്ന ലേഖനത്തിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് മാനത്ത് കാണുന്ന ഈ പ്രകാശവൃത്തം എന്താണ് എന്നതാണ് ചന്ദ്രനെ സംബന്ധിച്ച മനുഷ്യൻ്റെ ആദ്യ സംശയം. അതൊരു ജ്യോതിർഗോളമാണെന്ന അറിവ് വളരെ പണ്ടുകാലത്ത് തന്നെ മനുഷ്യൻ ആർജിച്ചു. ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങളുടെ പൊരുൾ പിന്നീട് മനസ്സിലായി. സമയത്തെയും കാലത്തെയും സംബന്ധിച്ച ധാരണകൾ രൂപപ്പെടുത്തിയത് തന്നെ സൂര്യചന്ദ്രന്മാരാണ് എന്നീ കാര്യങ്ങളൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത്. 14ാമത്തെ ചോദ്യം, വിവർത്തനം എന്നാൽ എന്ത്? വിവർത്തന രീതികൾ ഏതെല്ലാം? പൊരുൾ നഷ്ടപ്പെടാതെ ഒരാശയം ഒരു ഭാഷയിൽ നിന്നും മറ്റൊരു ഭാഷയിലേക്ക് മാറ്റുന്നതിനെയാണ് വിവർത്തനം എന്ന് പറയുന്നത്. ട്രാൻസ്ലേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. മലയാളത്തിൽ വിവർത്തനം എന്ന പദമാണ് പൊതുവെ സ്വീകരിക്കുന്നത്. പരിഭാഷ, തർജ്ജമ, ഭാഷാന്തരണം, മൊഴിമാറ്റം, അനുവാദം തുടങ്ങി പല പദങ്ങളും വിവർത്തനത്തിൽ ഉപയോഗിക്കുന്നു. വിവർത്തനത്തിൽ 5 രീതികൾ അടങ്ങിയിട്ടുണ്ട്. ശബ്ദാർത്ഥ വിവർത്തനം, പദാനുപാത വിവർത്തനം, ആശയ വിവർത്തനം, സ്വതന്ത്ര വിവർത്തനം, ആശയ രൂപാന്തരണം. ഇത് മാത്രമല്ല, ഇതിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. കാരണം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനില്ലേ, അപ്പോൾ അതനുസരിച്ചുള്ള ആൻസർ എഴുതണമല്ലോ. അടുത്ത ചോദ്യം, സർപ്പക്കാട്ടിലെ സർപ്പം ഒരു സൂചകമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഈ ചോദ്യം വന്നിരിക്കുന്നത് VC ശ്രീജൻ്റെ സർപ്പങ്ങൾ എന്ന പാഠഭാഗത്തു നിന്നാണ്. ഇവിടെ നാഗങ്ങൾ അയഥാർത്ഥമാണെങ്കിലും ആ നാഗങ്ങൾ പഴംപുരാണങ്ങളുടെ സംവാദ മണ്ഡലത്തിൽ മലയാള ഭാഷയ്ക്കൊപ്പം ഇഴചേർന്ന് കിടക്കുന്നു. സർപ്പക്കാട് ഇവിടെ ഒരു സൂചകമാണ്, വംശത്തിൻ്റെയും വ്യക്തിയുടെയും അബോധമെന്ന സൂചകം. അതിനാൽ പകൽ വെളിച്ചത്തിൽ മാഞ്ഞുവെന്ന് കവിതയിൽ പറയപ്പെടുന്ന ഈ സർപ്പസൂചകം മനുഷ്യരുടെ അബോധത്തിൽ ഒരു മുദ്ര അവശേഷിപ്പിച്ചുകൊണ്ടാണ് തിരോധാനം ചെയ്യപ്പെടുന്നത്. ഈ സൂചക സൂചിതങ്ങളുടെ അടിവേര് അന്വേഷിച്ച് പോകുമ്പോഴാണ് ശ്രീജൻ കാവ്യാത്മക യുക്തിയുടെ പരിവർത്തനമായിട്ട് സർപ്പസൂചകത്തെ നിർമ്മിച്ചത്. കഥയിലും ഭാവനയിലുമല്ലാതെ ഒരിടത്തും സർപ്പങ്ങളില്ല. അതോടെ സർപ്പത്തിൻ്റെ പൂർണ്ണമായ അഭാവമാണ് സർപ്പക്കാടിനെ നിർമ്മിക്കുന്നതെന്നാണ് പറയുന്നത്. പാമ്പുകളില്ലാത്ത കാവായതുകൊണ്ട് സർപ്പക്കാട് സർപ്പത്തിൽ അഭാവമായും സൂചകമായും മാറിയിരിക്കുകയാണ്. താൻ ആവശ്യപ്പെടാതെ തന്നെ ഏൽപ്പിച്ചു നൽകിയ പൈതൃകത്തോട് കവിക്ക് സദാ പേടിയാണ്. പേടിയും ഇവിടെ ഒരു സൂചകമായിട്ട് വരുന്നു. ഇതോടുകൂടി നമ്മുടെ B സെക്ഷൻ അവസാനിച്ചു. ഇനി C സെക്ഷനാണ്. essay ക്വസ്റ്റ്യൻസ് ആണ്. 2 ക്വസ്റ്റ്യൻസ് വരും. അതിൽ ഒരെണ്ണം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. 16ാമത്തെ ചോദ്യം, ദാനശീലം കൊണ്ടും സ്വഭാവം കൊണ്ടും സൂര്യനെ പോലെ തിളങ്ങി നിൽക്കുന്ന കഥാപാത്രമാണ് കർണൻ. മാരാരുടെ നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി വിശദീകരിക്കുക. അപ്പോൾ ഇത് കർണൻ്റെ അരങ്ങേറ്റം എന്ന നിരൂപണ ലേഖനത്തിൽ വന്ന ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, കർണൻ്റെ ആ ഒരു ദാനശീലത്തെക്കുറിച്ച് 3 പോയിന്റുകൾ എടുത്ത് പറയുന്നുണ്ട് അവിടെ. അതായത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർണൻ്റെ കവചകുണ്ടലങ്ങൾ അർജുനന് വേണ്ടി നൽകിയത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുനനെ കൊല്ലാനായി വാങ്ങിയ അസ്ത്രം ദുര്യോധനൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തോടുള്ള കടമ വീട്ടുന്നതിന് വേണ്ടി അശ്വത്ഥമാവിനെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ചത്. അതുപോലെ തന്നെ അംഗരാജ്യത്തെ രാജാവാക്കി ദുര്യോധനൻ കർണനെ അഭിഷേകം ചെയ്ത് അഭിമാനത്തോടെ നിൽക്കുന്ന അവസരത്തിൽ കർണൻ്റെ മുന്നിലേക്ക് സൂതനായ വളർത്തച്ഛൻ അതിരഥൻ കടന്നു വന്ന സന്ദർഭം. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ കണ്ട മാത്രയിൽ അഭിഷേകാർദ്രമായ മെഴികളോടെ അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വന്ദിച്ച് പിതാവിനോടുള്ള ബഹുമാനം അങ്ങേയറ്റം ആദരവോടെ കർണൻ പ്രകടിപ്പിക്കുന്നുണ്ട്. കർണൻ അറിയാം ആ പ്രവൃത്തിയിലൂടെ തൻ്റെ ജാതി വെളിപ്പെടുമെന്ന്. എന്നിട്ടും കർണൻ ആ മഹാജനങ്ങൾക്ക് നടുവിൽ വെച്ച് സൂതനായ അതിരഥനെ ആദരിച്ചു. അത് കർണൻ്റെ മഹത്വമാണ് വെളിപ്പെടുത്തിയത്.
അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എഴുതുന്ന എസ്സേയിൽ കറക്റ്റായിട്ട് വരണം. അതുപോലെ തന്നെ പാരഗ്രാഫ് തിരിച്ചെഴുതാൻ മെയിനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നല്ല നല്ല വേർഡ്സിലൂടെ എഴുതാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് മാർക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ. അടുത്ത ചോദ്യം, മാധവിക്കുട്ടിയുടെ കഥകളിലെ ബിംബങ്ങളെയും പ്രതിരൂപങ്ങളെയും മനഃശാസ്ത്രപരമായി അപഗ്രഥിക്കുകയാണ് പക്ഷിയുടെ മണം എന്ന കവിതയിൽ. വിശദീകരിക്കുക. ഈ ചോദ്യം വന്നിരിക്കുന്നത് മരണത്തിൻ്റെ കവിത എന്ന ലേഖനത്തിൽ നിന്നാണ്. ബിംബങ്ങളും പ്രതിരൂപങ്ങളും ഉപയോഗിച്ചാണ് മാധവിക്കുട്ടി കഥയുടെ ആഖ്യാനം നിർവഹിച്ചിട്ടുള്ളത്. തൻ്റെ കിടപ്പുമുറിയിൽ തണുപ്പുകാലത്ത് വന്നുപെട്ട പക്ഷിയെ ഷൂസിട്ട കാലുകൊണ്ട് ചവിട്ടി അരച്ചു കളഞ്ഞ സംഭവം ചെറുപ്പക്കാരൻ നായികയോട് പറയുന്നുണ്ട്. പക്ഷി എന്ന പ്രതീകം മാധവിക്കുട്ടിയുടെ കഥകളിലും ആത്മകഥകളിലും കാണാൻ സാധിക്കും. അതുപോലെ എൻ്റെ കഥയിലും പരുന്തുകൾ എന്ന കഥയിലും പക്ഷിയുടെ സൂചന ആവർത്തിച്ചു വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ലേഖനത്തിൽ എന്തൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. അതിനോടൊപ്പം തന്നെ ഈ പോയിൻ്റാണ് ഏറ്റവും മെയിനായിട്ട് വരേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അവസാനിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. അപ്പോൾ ടെക്സ്റ്റ് നന്നായിട്ടൊന്ന് വായിക്കുക, എങ്കിൽ മാത്രമാണ് ഇതിനൊക്കെ ആൻസർ എഴുതാനായിട്ട് പറ്റുള്ളൂ. പിന്നെ എല്ലാവരോടും പ്രത്യേകിച്ച് ഒരു കാര്യം പറയുകയാണ്, എപ്പോഴും നിങ്ങൾ ആൻസർ എഴുതുന്ന സമയത്ത് എസ്സേ ആദ്യം എഴുതാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈം അഡ്ജസ്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഏറ്റവും അവസാനം എഴുതിയാൽ മതി. കാരണം അതൊക്കെ ഇനിയിപ്പോൾ പോയാൽ തന്നെ 2 മാർക്കേ പോവുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ 2ഉം 5 മാർക്കിൻ്റെ ആൻസർ എഴുതി എസ്സേ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് 10 മാർക്കാണ്. അപ്പോൾ അതൊന്ന് ആലോചിച്ചിട്ട് എഴുതുക. ഇനിയിപ്പോൾ എസ്സേ നിങ്ങൾക്ക് 2ഉം അറിയില്ല എന്നുണ്ടെങ്കിൽ ഷോർട്ട് എസ്സേ ആദ്യം എഴുതുക. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ സൗകര്യം അതിനനുസരിച്ച് എഴുതുക. ഒരു ക്വസ്റ്റ്യൻസും വിടാതെ നോക്കുക. മാക്സിമം നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഇനിയും സെമ്മുകളുണ്ട് അറിയാലോ, അപ്പോൾ അതിനൊക്കെ നമ്മൾ കൂടെ ഉണ്ടാവും. അപ്പോൾ അതിനോടൊപ്പം നിങ്ങളുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.